സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയൊരു രീതി ഞാൻ നിൽക്കേണ്ടതല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി ഉഴപ്പിക്കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി ഇവിടെ പുതുക്കി കഴിഞ്ഞപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ വീട്ടിൽ കയറ്റിയില്ല. എൻ്റെ അച്ഛൻ കഥ കടച്ചു, കയറാൻ പറ്റത്തില്ല, ഇങ്ങനെയൊരു കാര്യം ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്ന് താമസിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി എൻ്റെ 2 സ്റ്റാൻഡ്, ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പ് കഴിഞ്ഞ് 2 സ്റ്റാൻഡ് ഇറങ്ങി അവിടെയാണ് ഞാൻ കൊടുത്തത്. ഞാൻ വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ച് പത്രമെല്ലാം കൊടുത്തേച്ച് വീട്ടിൽ വരുമ്പോഴത്തേ എനിക്ക് 8 മണി കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ പത്രം നീ രാത്രിയിൽ എന്തിന് പത്രം വിതരണം ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഭയങ്കര ബഹളവും കാര്യങ്ങളും എല്ലാമായി. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വരുമ്പം ഞാൻ പറഞ്ഞു, മാതാവേ, ഇനിയും ഞാൻ ഇവിടെ വരുമ്പം എൻ്റെ വീട്ടുകാർ ഇതിനെപ്പറ്റി ഒരു ബഹളം എന്നോട് വെക്കരുത്, ആ ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുത്തില്ലെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് നീ ചിരിച്ചുകൊണ്ട് തന്നെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ്, സത്യം പറഞ്ഞാൽ സന്തോഷത്തോടു കൂടിയാണ് അവരും പറയുന്നത്, നീ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് വരാനായിട്ട് പറയാനുള്ള ഒരു അനുമതി പോലും അവരെനിക്കിന്ന് തന്നേക്കുവാണെന്നുള്ളതാണ്.